സ്വാഗതം. അപ്പോൾ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഒരുപാട് ചർച്ചകൾക്ക് അവസാനമാണ് ശ്രീലങ്കയ്ക്കെതിരായ 3 ഏകദിനങ്ങൾക്കും 3 T20 മത്സരങ്ങൾക്കും വേണ്ടിയുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വമ്പൻ മാറ്റങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ അല്ലെങ്കിൽ സ്ക്വാഡ് പ്രഖ്യാപനം വരുമ്പോൾ ടീമിലുണ്ടാകാൻ പോകുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യൻ ടീമിൽ വരാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇപ്പോഴത്തെ അവസാന മണിക്കൂറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീലങ്കയെ അവരുടെ നാട്ടിൽ നേരിടാൻ പോകുമ്പോൾ എസ്പെഷ്യലി നമുക്കറിയാം ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ചുമതലയിലേക്കുന്ന ആദ്യ പോരാട്ടം വിജയത്തോടു കൂടി തുടങ്ങാൻ പോകുന്ന ഇന്ത്യൻ സംഘത്തിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തേത് കഴിഞ്ഞ ദിവസം വന്നതുപോലെ രോഹിത് ശർമ്മ ഇന്ത്യയെ നയിക്കാൻ ഏകദിന പരമ്പരയിൽ നയിക്കാൻ തിരികെ എത്തും. നേരത്തെ വിശ്രമം അനുവദിച്ചിട്ടുണ്ടായിരുന്ന രോഹിത് സ്വന്തം ഇഷ്ടപ്രകാരം ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യയെ നയിക്കാൻ എത്തുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം ഇന്ത്യയുടെ സീനിയർ താരം വിരാട് കോഹ്ലിയും ഇന്ത്യൻ നിരയിലുണ്ടായിരിക്കും. സീനിയർ താരങ്ങളെ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലേക്ക് ഗൗതം ഗംഭീർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് രോഹിത്തും വിരാട് കോഹ്ലിയും ഇപ്പോഴത്തെ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ കളിക്കാൻ ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ജസ്പ്രീത് ബുംറ കളിക്കില്ല, അദ്ദേഹത്തിന് റെസ്റ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ രോഹിത്തും വിരാട് കോഹ്ലിയും തിരികെ വരുന്നുണ്ട്, ജസ്പ്രീത് ബുംറ റെസ്റ്റിലായിരിക്കും. അതോടൊപ്പം തന്നെ T20 പരമ്പരയിൽ ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിൽ ഹാർദിക് പാണ്ഡ്യയെ പിന്തള്ളി സൂര്യകുമാർ യാദവ് ആയിരിക്കും ഇന്ത്യയെ ക്യാപ്റ്റൻ ചെയ്യാൻ പോകുന്നത്. ഗൗതം ഗംഭീറിൻ്റെ അദ്ദേഹം സെലക്ടർമാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സൂര്യകുമാർ യാദവ് ആയിരിക്കും T20 പരമ്പരയിൽ ഇന്ത്യയെ നയിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ ഏകദിന മത്സരങ്ങളിൽ കളിച്ചേക്കില്ല. അതോടൊപ്പം തന്നെ 2 ഫോർമാറ്റിലും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്ത് ടീമിൽ ഇടം നേടുമ്പോൾ മലയാളി താരം സഞ്ജു സാംസൺ ഒരുപക്ഷെ T20 മത്സരത്തിൽ കളിച്ചേക്കാം. BCCIയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശ്രേയസ് അയ്യരും ടീമിലേക്ക് ഏകദിന പരമ്പരയിലേക്ക് തിരികെ എത്തിയേക്കാം. അതോടൊപ്പം തന്നെ യുവതാരം റിയാൻ പരാഗ്, നമുക്കറിയാം കഴിഞ്ഞ IPL സീസണിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്ത പരാഗ് തവണ സിംബാബ്വേക്കെതിരായി T20 പരമ്പരയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പരാഗ് ഇന്ത്യൻ ടീമിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ. പരാഗ് 2 ഫോർമാറ്റ്, അതായത് T20യിലും ഏകദിനത്തിലും ശ്രീലങ്കയ്ക്കെതിരെ പരമ്പരയിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ 2 ഫോർമാറ്റിലും മെയിൻ ഓപ്പണറായിട്ട് യശസ്വി ജയ്സ്വാളും ഇന്ത്യൻ ടീമിലേക്ക് എത്തും. ഇതാണ് ഇന്ത്യ ശ്രീലങ്ക സ്ക്വാഡ് പ്രഖ്യാപനം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വരുന്ന ചില പ്രധാനപ്പെട്ട സ്ക്വാഡ് അപ്ഡേറ്റുകൾ. രോഹിത്തും കോഹ്ലിയും കളിച്ചേക്കും, ബുംറയ്ക്കും വിശ്രമമായിരിക്കും. അതോടൊപ്പം തന്നെ T20 ഫോർമാറ്റിൽ സൂര്യകുമാർ യാദവ് ആയിരിക്കും ഇന്ത്യയെ നയിക്കാൻ പോകുന്നത്. ഹാർദിക് പാണ്ഡ്യ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിനത്തിൽ കളിച്ചേക്കില്ല. സഞ്ജു സാംസണും ഒരുപക്ഷെ T20 മത്സരങ്ങളിൽ ഉൾപ്പെട്ടേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.